ഹലോ ഹായ് നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചാപ്റ്റർ 7 ആയ ഫോർമേഷൻ ഓഫ് എ കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമുമായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ഡിസ്കഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിൻ്റെ കുറേ തിയറി ഞാൻ ഓൾറെഡി ബാക്കിയുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തിയറി ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല, ഏതൊക്കെ പോർഷൻസ് പഠിക്കണം, ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത് എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ്. ഓക്കെ, കാരണം ബിസിനസ് സ്റ്റഡീസ് എന്ന് തിയറിയാണ്, കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ തലയിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒന്നാതെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഗ്യാപ്പോ കാര്യങ്ങളോ വരുന്നില്ല ബിസിനസ് സ്റ്റഡീസിന് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട, വിടാതെ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാനും നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തലയിൽ നിന്ന് പഠിക്കാനും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ചാപ്റ്റർ 7 റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ എന്ത് ഫോമിലാണ് ചോദിച്ചേക്കുന്നത്, എത്ര മാർക്കിനാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ 2023 നമുക്ക് 1 മാർക്കിനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഒരു 4 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജായ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് 1 മാർക്കിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അത് പല ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം. ഓക്കെ, റോൾ ഓഫ് ഇത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊമോട്ടർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ അതിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞ് വീണ്ടും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഡോക്യുമെന്റ്സ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ് എന്നും പറഞ്ഞ് ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തും മെയിനായിട്ട് കുറേ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ആണ്. ആൻഡ് ഇത് രണ്ടിലും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ്. അതിൻ്റെ അർത്ഥം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വിടരുന്നുള്ളതല്ല, അതിൻ്റെ ഒരു മീനിങ് നമുക്കറിയണം. ആൻഡ് അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അകത്ത് വരുന്ന കുറേ കോണ്ടന്റ് എൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ നമുക്ക് അതെല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 7-8 എങ്കിലും അതിലുള്ള കണ്ടന്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ ഒരു സ്റ്റേജാണ് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും എന്താണെന്നുള്ളതും അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ സ്റ്റേജസ് എഴുതാൻ പറയുമ്പോൾ ആ 4 സ്റ്റേജ് നമ്മൾ ഫോക്കസ് ചെയ്ത് അതെന്താണെന്നുള്ള മനസ്സിലാക്കി എഴുതാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ എന്നുള്ള ഏരിയയിലും അതേപോലെ ഡോക്യുമെന്റ്സിൽ നിന്നുമാണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 ഏരിയാസ്, ഓക്കെ, ഫസ്റ്റ് സ്റ്റേജായ പ്രൊമോഷനും ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡിലും അത് 2 പോർഷനും വിടാതെ പഠിക്കേണ്ട പോർഷനാണ്. ബാക്കിയുള്ള സ്റ്റേജസ് ഞാൻ പറഞ്ഞ പോലെ അർത്ഥം മനസ്സിലാക്കി വെക്കുക, അതിൽ വരുന്ന സ്റ്റേജ് അതിൻ്റെ അകത്തിൻ്റെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ പ്രോസ്പെക്ടസ്, ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജസിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതും അതിൻ്റെ അകത്ത് വരുന്ന ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, നമ്മളൊരു 8 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും 4 സ്റ്റേജസ് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന കണ്ടന്റ് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. നേരത്തെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ എസ്സേ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 സ്റ്റേജസ് ആണ്. ഓക്കെ, ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ സ്റ്റേജസ്. രണ്ടാമത് ചോദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക. സോ ഇത് രണ്ടുമാണ് നിങ്ങൾ എസ്സേ എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ആൻഡ് വീണ്ടും 2023 കഴിഞ്ഞിട്ടും 2022 ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല. മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു കാണും, അറിയില്ല. ബട്ട് എനിവേ അത് ചിലപ്പോൾ ചോദിക്കാനായിരിക്കാം. പക്ഷെ 2019 നമുക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും ഡോക്യുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്.
പിന്നുള്ളത് ഡോക്യുമെൻറ്റ്സ്, 2 ഡോക്യുമെൻറ്റ്സ്, പ്രോസ്പെക്ടസും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞ പോലെ സ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഫുള്ള് ഈ ഒരു ചാപ്റ്ററും ആ ഒരു സ്റ്റേജ്, ഈ 4 സ്റ്റേജസ് ഉണ്ട്. ഈ 4 സ്റ്റേജസ് ആണ് ഈ ഓൾ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഈ ഓൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ആ സ്റ്റേജസിൽ പ്രൊമോഷനും അതേപോലെ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡുമാണ്. പിന്നെ അത് ഈ സ്റ്റേജസ് കൊടുത്തിട്ട് 8 മാർക്കിന് വീണ്ടും സ്റ്റേജസ് ആണ് ചോദിച്ചത്. നേരത്തെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ആ കറക്റ്റ് ഓർഡറിലാക്കി സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 2018 4 മാർക്ക് ചോദിച്ചിരിക്കുന്ന പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അടുത്തതും ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ടു ബി ഫൈൽ ഫോർ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ കോണ്ടന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും സ്റ്റേജസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആ സ്റ്റേജസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രൊമോഷനാണ്. പിന്നെ 2018 അതേപോലെ ലിസ്റ്റ് ഔട്ട് ദി ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ദി ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. നമ്മൾ കുറേ ഡോക്യുമെന്റ്സ് എന്നുള്ള രീതിയിൽ അതൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതും ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ 2 നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് 2 തന്നെ നമുക്കിവിടെ എഴുതാൻ പറ്റും. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പിന്നെയുള്ള ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 പഠിച്ചു വെക്കുക. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിക്കില്ല. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വലിയ 4 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. 1 മാർക്കിന് 2 മാർക്കിൻ്റെയൊക്കെ കുറേ ഇയേഴ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എന്താണ് എസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. ആ 4 സ്റ്റേജസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ എനിക്ക് 3 സ്റ്റേജസ് എന്നുള്ള രീതിയാണ്, വേറൊരു ടെക്സ്റ്റിൽ 4 സ്റ്റേജസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ ആ 4 സ്റ്റേജസും പഠിക്കുക. ആ 4 സ്റ്റേജസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനാണ്. അതേപോലെ ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ്, അതിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ബാക്കി 3 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 4, 5, 6 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. അത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം എക്സാമിൻ്റെ തലേന്ന് ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ ഈ സീരീസിലെ ലാസ്റ്റ് ചാപ്റ്ററായ നമ്മുടെ ചാപ്റ്റർ 8 ഓടെ നമ്മുടെ ഈ ഒരു സീരീസ് കഴിയുകയാണ്. അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്നുള്ള സംഭവം കഴിയുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.